തന്നിഷ്ടത്തിന് പോയതായിരിക്കും. അമ്മ ഒന്നും വിട്ടായിരുന്നേ. രോഹിത്തിനെ കാണാൻ പോയിട്ട് വരുന്ന വഴിക്ക് ശ്യാമ വഴിയിൽ വെച്ച് ഇറങ്ങി. എന്നിട്ട് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഇവിടുത്തെ അല്ല ശാലിനി, അവള് വീട്ടിൽ വന്നില്ലെന്ന് ഉറപ്പാണോ? അവള് വീട്ടിൽ വന്നിരുന്നെങ്കിൽ പപ്പിയും കൊണ്ട് ഞാൻ വരില്ലല്ലോ. ശ്യാം ഇത് എവിടെ പോയി? വിഷ്ണുട്ടാ, രോഹിത്തിനെ കാണാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? അതവൻ വരില്ല എന്ന് പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തിയിരുന്നു. പിന്നെ ആ ചന്ദ്രബോസ് എന്തൊക്കെയോ പറഞ്ഞു. ഈശ്വര, അവള് വിഷ്ണുട്ടാ, ഞാൻ അവളിന്ന് തിരക്കട്ടെ. ആ, ഞാനും വരാം. ഞാനതായാലും അവള് ഇറങ്ങിയോട് തന്നെ ആദ്യം നോക്കാം. അച്ഛാ. വിഷ്ണു, പോയവളൊക്കെ പോട്ടടാ. അവളെ നമ്മൾ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. എന്റെ അമ്മ, ഈ സമയത്ത് അല്പം മനസാക്ഷി കാണിക്കേ. എടാ കഷ്ടം. വിഷ്ണു, വിഷ്ണു. രാമേട്ടാ, വണ്ടി എടുക്ക. ഒരുമ്പിട്ട് ഇറങ്ങി പോകാൻ ഒരു കൂട്ടര്, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേറൊരു കൂട്ടര്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാ? എല്ലാം അവസാനിക്കാൻ പോലും പറഞ്ഞേ. ഇനി നീയായിട്ടൊന്നും ചെയ്യണ്ട. ഓ, ആ കമല, എന്തൊക്കെ ആശാനെ ഞാൻ കേൾക്കുന്നത്? എടാ ഒന്നും പറയണ്ടടാ. എന്റെ ആശാനെ, ആശാന്റെ സ്ഥിരം വീട്ടിലെ പരിപാടി മാറിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കണ്ടല്ലോ. ഇതേതെങ്കിലും ജോത്സ്യരെ കാണേണ്ട കാര്യമാണ് കേട്ടോ. എടാ ഇത് തമാശ പറയേണ്ട സമയമല്ല. എടാ നീ കൂടെ ഒന്ന് അന്വേഷിക്കേ. പിന്നെ നീ എല്ലാ സ്ഥലവും നോക്ക്. നിന്റെ ആ കമ്പനിക്കാരൊക്കെ ഒന്ന് വിളിച്ചു പറ. എല്ലാരും ഒന്ന് നോക്കട്ടോ. ആ ശരി, ഞാൻ എന്റെ വഴിക്ക് ഒരു അന്വേഷണം നടത്താം. എന്തെങ്കിലും വിവരം കിട്ടിയ ആശാനെ വിളിച്ചോളാം. പിന്നെ ഇത് എപ്പോഴാ ആശാന ഉണ്ടായേ? എടാ ഞാനും ശ്യാമിയും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അവള് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി. ആ പോയ പോക്ക. ആ പോക്കൊരു കുഴപ്പം പിടിച്ച പോക്കാണല്ലോ ആശാനെ. നിങ്ങള് പോയ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ആ ചെറിയൊരു കച്ചറ ഉണ്ടായി. കേൾക്കാൻ പാടാത്ത അവള് കേൾക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ അവൾ അതിന്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. ആശാനെ, എന്റെ ചെറിയ അറിവിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ പോലുള്ള ആണുങ്ങൾ എന്തും സഹിക്കും, എന്തു പറഞ്ഞാലും ഓടാ പുല്ലേന്നും പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവരത് മനസ്സിൽ കയറ്റി ചിന്തിച്ചു കൂട്ടും. ആ ചിന്തയാണ് ആശാനെ അവരെ കൊണ്ട് ഇങ്ങനെ പലതും ചെയ്യിപ്പിക്കുന്നേ. എടാ നീ അതും ഇതും പറഞ്ഞ് മനുഷ്യരെ സ്വസ്ഥ എടുത്തല്ലേ. ഇതിപ്പോ നിന്നോട് പറഞ്ഞത് വലിയ കഷ്ടമായില്ലത്. ഞാൻ നോക്കാം ആശാനെ, ആശാനെ നോക്കിയോ. എന്തെങ്കിലും വിവരം കിട്ടാൻ ഞാൻ വിളിച്ചു പറയാം. ആ നോക്ക്. ശരി. ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? ഇതുവല്ല ഇവിടെ അറിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലേ. വച്ചും വിളമ്പിയും ഇവിടെ പണിയെടുത്ത് നടന്നോളെയാ കാണാതായേക്കുന്നത്. മരുമകളായി കണക്കാക്കണ്ട. വീട്ടിലെ ഒരു ജോലിക്കാരായിട്ടെങ്കിലും കണക്കാക്കിയ പോരെ. അങ്ങനെയാണെങ്കിൽ കൂടെ കണ്ടില്ലേ? വെറുതെ അല്ല ദുരന്തങ്ങളെല്ലാം കൂടി ഈ വീട്ടിലോട്ട് ഒന്ന് പതിക്കുന്നേ. ഇതല്ലേ സ്വഭാവം? പൊന്നി, പൊന്നി. ആ പൊന്നി, ഭക്ഷണം എങ്കിൽ എടുത്തു വെക്ക. കഴിച്ചിട്ട് കിടക്കാം. ഇന്ന് എന്താന്നറിയില്ല, നേരത്തെ വിശക്കുന്നു. പപ്പിമോളെന്തേ? അവളെ വിളിക്കേ. അവൾക്കും ഭക്ഷണം കൊടുത്തിട്ട് നേരത്തെ കിടത്തി ഓർക്ക്. എടുത്തു കൊടുക്ക്.
ആരും എത്താലും വേണ്ടില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന പോലെ ഭാമയുടെ കാര്യം ഇപ്പൊ ഈ വീട്ടിൽ നടന്നൊന്നും അവൾക്ക് അറിയാനേ പാടില്ല. കഷ്ടം. അല്ല, രാഘവേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഭാമേ, ദേ നീ കാണിക്കുന്നൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഇവിടുത്തെ ഈ വീട്ടിലെ ഇളയ മരുമകളെ കാണാതിരിക്കുന്നേ. നിനക്കതിലൊന്നും തോന്നില്ലേ? എനിക്ക് എന്തു തോന്നാന്? അവളെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്ത് ചെയ്തു?